കാസർഗോഡ് ഹണി ട്രാപ്പ് കേസിലെ പ്രതി ശ്രുതി ചന്ദ്രശേഖരന്റെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്ത്. ഇൻകം ടാക്സ് ഓഫീസർ ചമഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തി വ്യാജ പരാതി നൽകി. തട്ടിപ്പ് കണ്ടെത്തിയ പോലീസുകാരന് കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്ന ശബ്ദ സന്ദേശം 24 കിട്ടി. ശ്രുതിക്ക് പോലീസിൽ നിന്ന് തന്നെ സഹായം കിട്ടിയതായി വിവരമുണ്ട്. 24 എക്സ്ക്ലൂസീവ്. ശ്രുതി ചന്ദ്രശേഖരൻ മേൽപ്പറമ്പ് എസ് ഐ അരുൺ മോഹനെതിരെ നടത്തിയ ആരോപണങ്ങൾ അന്വേഷിച്ചതോടെയാണ് കൂടുതൽ തട്ടിപ്പുകൾ പുറത്തായത്. 2021 ജൂണിൽ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിയ ശ്രുതി ഇൻകം ടാക്സ് സബ് ഇൻസ്പെക്ടറിന് സ്വയം പരിചയപ്പെടുത്തി. വ്യാജമായി തയ്യാറാക്കിയ തിരിച്ചറിയൽ രേഖ പോലീസുകാരെ കാണിച്ചു. അയൽവാസിക്കെതിരെ യുവതി നൽകിയ പരാതി വ്യാജമെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. മാത്രമല്ല, ശ്രുതി ചന്ദ്രശേഖരൻ പ്രതിയെന്നാരോപിച്ച വ്യക്തിയിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുത്തെന്നും വ്യക്തമായി. ഇതോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസുകാരനെ യുവതി സ്വാധീനിക്കാൻ ശ്രമിച്ചു. കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്ന ശബ്ദ സന്ദേശം 24-ന്. ഗൂഗിൾ പേ ഞാൻ ഗൂഗിൾ പേ ഇടാം. അത് നമ്മൾ രണ്ടാൾ മാത്രമേ അറിയത്തുള്ളൂ. അത് നമുക്ക് നല്ല രീതിയിൽ കലമ്പൊന്നും ആക്കാതെ നല്ല രീതിയിൽ സെറ്റിൽമെന്റ് ആക്കിയാല് തന്നെ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഞാൻ ഇത് ഇടും. അത് കൈക്കൂലിയൊന്നും അല്ലാന്ന് നമ്മൾ രണ്ടാൾ മാത്രമേ അറിയത്തുള്ളൂ. അതൊന്നല്ല, നമ്മ എന്താ വെച്ചാൽ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അത് എല്ലാ മേഖലയിലുള്ള കാര്യമാണ്. ശ്രുതി നൽകിയ വ്യാജ പരാതിയിൽ കേസ് അന്വേഷിച്ച പോലീസുകാരന് നടപടി നേരിട്ടു. ഇദ്ദേഹത്തിന്റെ ശമ്പള വർധന തടഞ്ഞതിൽ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. യുവതിക്ക് പിന്തുണയുമായി സേനയ്ക്കുള്ളിൽ തന്നെ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നെന്നും യുവതിയെ പിടികൂടിയാൽ തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നുമാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.